ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ദോശയുടെ റെസിപ്പി ആയല്ലോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പി ആയിട്ടിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് രാവിലെയും രാത്രിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിപ്പോൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് തേങ്ങ എന്നുള്ള നിലത്തിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പോളം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ദോശമാവൊക്കെ കുറച്ച് ലൂസായിട്ടില്ല ഞാൻ അതിലും കുറച്ച് കട്ടിയിൽ വേണ്ടിയിട്ട് നമ്മൾ വെള്ളാപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടി ഉണ്ടാവുമല്ലോ, അതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ആകാതെ ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ നേരത്തെ ഇത് അരക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ, ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്കൊരു 1/4 കപ്പോളം പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റിംഗ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ദോശമാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇപ്പം തന്നെ നല്ല അടിപൊളി ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശക്കല്ല് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇത് കൂടുതൽ സമയമൊന്നും വെക്കേണ്ടില്ല. നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഓവർ സമയം നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി ദോശയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ നന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടായി വരുന്ന ദോശക്കല്ലിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് പെട്ടെന്ന് ആകുന്നതുകൊണ്ട് അത് അടുത്ത് നമ്മൾ മാറിപ്പോകാൻ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ദോശ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല, കുട്ടികൾ പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.